നമസ്കാരം. ആരണ്യവിഷൻ ടി വിയിലേക്ക് സ്വാഗതം. ശ്രീ ചിറ്റാർ ആനന്ദൻ എഴുതിയ ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ശ്രീ സൺ IFS ആണ്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ തർജ്ജമ നടന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. എന്തോ കാരണം കൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ ഇത്രയും കാലം വേണ്ടി വന്നു. മലയാള പുസ്തകം രചിച്ച ശ്രീ ആനന്ദൻ എൻ്റെ കൂടെ വർക്കിംഗ് പ്ലാനിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. ആ പരിചയം കൊണ്ടാണ് വിവർത്തനം എന്നെ ഏൽപ്പിച്ചത്. ആ വിവർത്തനം ഏൽപ്പിച്ചതിന് ആനന്ദനോട് നന്ദി പറയുന്നു. വനം വകുപ്പിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ, ഭാഷയിലും അത്യാവശ്യം അറിവുള്ള ആളെന്നുള്ള നിലയിലുമാണ് ശ്രീ ആനന്ദൻ എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ചത്. ഇത് എന്നെക്കൊണ്ട് ആവും വിധം പരമാവധി നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒന്ന് രണ്ട് പേര് വായിച്ച് അതിന് നല്ല റിവ്യൂവും തന്നിട്ടുണ്ട്. വനം വകുപ്പിൽ നിന്നും വിരമിച്ച് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി ജോലി ചെയ്തു വരുന്ന ശ്രീ KJ വർഗീസ് IFS റിട്ടയർഡ് അവരുടെ റിവ്യൂ വളരെ അധികം ഉപകാരപ്രദമാണ്. അതും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും വനപാലകർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പുസ്തകത്തിൽ ആനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഈ പുസ്തകത്തിൽ ആനയുമായിട്ട് ബന്ധപ്പെട്ട് ആനയുടെ ഉൽപ്പത്തി മുതൽ നാളിതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഉള്ള പല കഥകളുമായി ബന്ധപ്പെടുത്തിയും ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നാട്ടാനയും കാട്ടാനയും രണ്ട് ചാപ്റ്ററുകളായി തിരിച്ച് ഓരോന്നിനും പ്രത്യേകം സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഓരോ വിശേഷതകളും കാട്ടാനകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഇവർക്കൊക്കെ നഷ്ടപ്പെടുകയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിശാലമായി വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അഥവാ മനുഷ്യ മൃഗ സംഘർഷം. ഇതിലെ പ്രധാന മൃഗമാണ് ആന. ആനയെ എങ്ങനെ ആനയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ നേരിടാം എന്ന് പല ക്രിയാത്മകമായ റെക്കമെൻഡേഷനുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആനയുടെ ശരീരശാസ്ത്രത്തെയും ഏതെല്ലാം തരം ആനകളാണ് നമുക്ക് കേരളത്തിലുള്ളത് എന്ന് വിശാലമായി നിങ്ങളോട് പ്രതിപാദിക്കാനായി പുസ്തകത്തിൻ്റെ രചയിതാവായ ശ്രീ ആനന്ദനെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ വനത്തിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ്, ചിറ്റാർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛന് വനവുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. അത് വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ അച്ഛൻ വനത്തിൽ പോകുമ്പോൾ വനാനുഭവങ്ങൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ കഥകളിലൂടെ ഞാൻ നന്നായി അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വനം വകുപ്പിൽ ഏതാണ്ട് 4 നൂറ്റാണ്ടിലധികം ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് ധാരാളം വനത്തെ അറിയാൻ സാധിച്ചു. ധാരാളം വന്യ മൃഗങ്ങളുമായിട്ട് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനും വളരെയധികം അവസരങ്ങൾ എനിക്കുണ്ടായി. കൂടാതെ ചെറുപ്പം മുതലേ ആനയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആന എവിടെ കണ്ടാലും ഞാൻ പിന്നാലെ കൂടുമായിരുന്നു. ആനയെ വളരെയധികം മനസ്സുകൊണ്ട് വളരെയധികം ആനയെ ഇഷ്ടപ്പെട്ടു. പോയ വനം വകുപ്പിൽ ഉദ്യോഗം, ആ വനം വകുപ്പിലെ ആ സേവന കാലത്ത് കോന്നി ഇക്കോ ടൂറിസത്തിൽ ജോലി ചെയ്യാനും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾ വരും. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പറയേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ഒബ്സർവേഷൻ ചെയ്യാനും ധാരാളം ബുക്കുകൾ വായിക്കാനും അതുപോലെ തന്നെ ആനയുടെ ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതായത് രാത്രി വരെ ഉള്ള ആനയുടെ ഓരോരോ മൂവ്മെൻറ്റുകൾ
ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ജീവിതചര്യകൾ, അതായത് രാവിലെ മുതൽ രാത്രിയിലെ ആനയുടെ ഉറക്കം. ആനയുടെ ഉറക്കം പ്രധാനമായും കണ്ടത് ക്ഷീണിതരായിട്ടുള്ള ഒരു ആന ക്ഷീണിച്ചു വന്നാൽ തടി പിടിച്ചും മറ്റു ജോലി വളരെയധികം കഷ്ടപ്പെട്ട ആന നേരത്തെ ഉറങ്ങുന്നു. അതിനുശേഷം ദീർഘമായിട്ടുള്ള ഉറക്കം, ഒരു 2 മണിക്ക് 4 മണിക്കുള്ള ദീർഘമായിട്ടുള്ള ആനയുടെ ഉറക്കം. അങ്ങനെ ആനയുടെ ഉറക്കം മുതൽ ആനയുടെ ഓരോ ദിനചര്യകളും, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഓരോ ഞാൻ വാച്ച് ചെയ്തു. അതിലൂടെ എനിക്ക് ഒരുപാട് വിഷയം കണ്ടെത്താനും അത് മറ്റുള്ളവരുമായി സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എനിക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരം കിട്ടി. ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരം കിട്ടിയപ്പോഴും വിദ്യാർത്ഥികളുടെയും മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി എനിക്ക് ആനയെക്കുറിച്ച് ഒരുപാട് വായിക്കാൻ പഠിക്കേണ്ടത് എൻ്റെ ഒരു ആഗ്രഹമായി മാറുകയും ഏതാണ്ട് 10 വർഷക്കാലം ആനയുമായിട്ട് പിന്നാലെ ഞാൻ സഞ്ചരിച്ചു. അതിൻ്റെ ഫലമാണ് ഈ കാണുന്ന പുസ്തകം. ഇത് ഇംഗ്ലീഷ് പുസ്തകമാണ്. നമ്മുടെ ബഹുമാന്യനായ സൻസാറാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രധാനമായും സാറ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ എന്ന മലയാള പുസ്തകമാണ് ആദ്യം പുസ്തകം. അത് ഇപ്പോൾ 3ാം പതിപ്പാണ്. അതിനുശേഷം അതിൻ്റെ ട്രാൻസ്ലേഷനാണ് എലിഫന്റ് റഫറൻറ്റ് എന്ന പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിലെ ആനയെ സംബന്ധിച്ചുള്ള പൗരാണികമായിട്ടുള്ള ആനയുടെ ഉൽപ്പത്തി മുതൽ ഉള്ള കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ഭാരതത്തിലെ ആനകളെക്കുറിച്ച് ഏഷ്യൻ ആന, ആഫ്രിക്കൻ ആന, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ ഓരോ ശരീരശാസ്ത്രം, അതായത് ശാരീരിക ഘടന, അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്, മൂക്കിൻ്റെ പ്രത്യേകത എന്താണ്, കഴുത്തിൻ്റെ പ്രത്യേകത എന്താണ്, ചെവിയുടെ പ്രത്യേകത എന്താണ്, അതിൻ്റെ മണം പിടിക്കാനുള്ള ശേഷി എത്രമാത്രമുണ്ട്, അതുപോലെ തന്നെ കാലിൻ്റെ പ്രത്യേകത, അങ്ങനെ എല്ലാം 1 മുതൽ 100 വരെയുണ്ട്. എല്ലാ കാര്യങ്ങളും ആനയെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ ഇതെല്ലാം തന്നെ എനിക്ക് വനം വകുപ്പിൽ ജോലി ചെയ്യാൻ ആയതുകൊണ്ടുള്ള അവസരം കൊണ്ട് എനിക്ക് ധാരാളം ഈ വിഷയങ്ങളെല്ലാം പഠിക്കാൻ എല്ലാം എനിക്ക് അവസരമുണ്ട്. അതിൻ്റെ ഒരു ആകെത്തുകയാണ് ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകം. ഒപ്പം തന്നെ ഈ എലിഫന്റ് റഫറൻറ്റ് എന്ന സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ പുസ്തകം. അത് വിദ്യാർത്ഥികൾക്കും ഇത് റഫറൻസ് ബുക്ക് ആയതിനാൽ വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് ഗവേഷകർക്കും വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളത് ഞാൻ ആത്മപ്രശംസ നടത്തുകയല്ല. പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് കേരള സമൂഹം ഈ പുസ്തകം ഏറ്റെടുത്തത്. നന്ദി, നമസ്കാരം.